കലാപോഷിണി ഗ്രന്ഥശാല എന്നതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 75 വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൽ ഇങ്ങനെയൊരു സ്ഥാപനം ആരംഭിക്കണം എന്ന് ആഗ്രഹിച്ച് ആയിക്കാട്ടിൽ നിന്ന് സ്ഥലം വിട്ടു തന്ന് കെട്ടിടം നിർമ്മിച്ച് പുസ്തകങ്ങൾ സ്വരൂപിച്ച് ഇങ്ങനൊരു പ്രസ്ഥാനം ആരംഭിച്ച ആ പൂർവ്വപിതാക്കളെ ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ്. അവരുടെ ഒരു ആത്മാർത്ഥമായ പരിശ്രമമാണ് 75 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടായെന്ന് നമ്മൾ ആലോചിക്കണം. അന്ന് ഇതുപോലെ വിദ്യാഭ്യാസത്തിന് വലിയ സൗകര്യങ്ങളില്ലാത്തൊരു കാലമാണ്. അന്ന് ഇതുപോലെ എഴുത്തും വായനയും 100% ഉണ്ടാകാത്ത ഒരു കാലമാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു ഗ്രന്ഥശാല സ്ഥാപിക്കണമെന്നൊരു ആശയം തന്നെ ഉടലെടുത്തത്. നമ്മൾ ആലോചിക്കുക, അന്ന് മുൻകൈ എടുത്ത ആളുകൾ എത്ര വലിയ ആളുകളായിരുന്നു, എത്രയോ വലിയ ചിന്തകൾ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രസ്ഥാനം ഇവിടെ കെട്ടിപ്പടുക്കാനും പടിപടിയായി അത് വളർന്ന് നൂറുകണക്കിന് ആയിരക്കണക്കിന് പുസ്തകങ്ങളുമായി ഇപ്പോഴും തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്നു എന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇവിടെ എത്രയോ 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 തലമുറകൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനും വായിക്കാനും അതോടൊപ്പം തന്നെ വിജ്ഞാനം ഏറ്റുവാങ്ങാനും കഴിഞ്ഞ ഒരു മഹാപ്രസ്ഥാനമായി ഇത് വളർന്നു വന്നിട്ടുണ്ട്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, ഞാൻ പഠിച്ചത് ഈ സ്കൂളിലാണ്. ഞാൻ പഠിച്ചത് LP സ്കൂളിൽ പഠിച്ചത് ഞാൻ ഇവിടെയാണ്. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്താണ് ഞാൻ ആദ്യമായി പ്രസംഗിച്ചത്. അങ്ങനെ ഈ സ്കൂളിന്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെയൊരു വായനശാലയും ഗ്രന്ഥശാലയും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുക മാത്രമല്ല, ആ സ്ഥാപനത്തെ ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ എത്രമാത്രം നമ്മൾ മുൻകാല തലമുറകൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുന്നത്. ഞങ്ങളുടെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് PN പണിക്കർ സാർ കുടയുമായി ഇവിടെ വന്നിട്ടുള്ളത്. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ തുടക്കം കുറിച്ചത് പണിക്കർ സാറായിരുന്നു. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് PN പണിക്കർ സാറായിരുന്നു. സാർ അങ്ങനെ ബസ്സിൽ കയറി ഇവിടെ എല്ലാം യാത്ര ചെയ്ത് ഓരോ ഗ്രന്ഥശാലകളിലും പോയി ആ ഗ്രന്ഥശാലകളെ